ഇതാണ് നമ്മുടെ കൂളഞ്ചിൻ്റെ നട്ട്. ഞാൻ ഊരിച്ചിട്ടുണ്ട്. ഇത് ഊരിയാൽ മതി. അപ്പോൾ ഊരിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡ്രെയിൻ ചെയ്യണം. അങ്ങനെ നമ്മളിത് ഡ്രെയിൻ ചെയ്തു. ചുമ്മാ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. ഇനി നമുക്ക് പുതിയ റീഫിൽ ചെയ്യണം. നമുക്കിതിൻ്റെ ആദ്യമേ ടാങ്കിൻ്റെ കവർ വേണം. കവർ വേണം ഇത്ര ഈ നട്ടൊക്കെ വരണം. ഇതൊക്കെ അല്ലെങ്കിൽ ഉപയോഗിച്ച് എല്ലാം വരണം. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഊരിക്കഴിഞ്ഞാൽ സീറ്റ് ഊരിക്കഴിഞ്ഞാൽ എല്ലാം എടുക്കണം. ഞാൻ ഇത് ഊരിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നട്ടും ഫ്രണ്ടിൽ ഈ നട്ടും ഊരണം. അതിന് 10 mm ടീസ്പാൻഡർ ഉപയോഗിച്ച് നമുക്ക് ഊരണം. ഇത് ഞാൻ ഊരി കഴിഞ്ഞിട്ട് കാണിക്കാം. സീറ്റൊക്കെ നമ്മൾ ഊരി കഴിഞ്ഞിട്ട് ഈ 2 സ്ക്രൂ കൂടെ വരണം. എന്നാലും ടാങ്കിന് കവർ വരും. നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വെക്കുക. ബാക്കിയൊന്ന് ഇടയ്ക്കെടുത്താൽ മതി. അത് ഞാൻ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല. ഇത് ഇത്രേ ഉള്ളൂ. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിങ്ങനെ ഊരി മാറ്റി വെക്കാം. ഇതാണ് ടാങ്ക്. ഇതും കൊണ്ട് ഇത് ഊരണം. മാറ്റി വെക്കാം. നമുക്ക് ടാങ്ക് ഇതിൻ്റെ ഊരണം. നമുക്ക് ഇനി അടുത്ത സൈഡിൽ ഒരു നട്ടുമുണ്ട്. എയറിനിട ഇതുകൂടെ ഒന്ന് വീഴണം. ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിട്ടിടില്ലേ. ഇതൊന്ന് ഊരി മാറ്റി വെക്കണം. എല്ലാം വെക്കുമ്പം പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് കാണുന്ന രീതി എടുത്ത് വെക്കണം. അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ടിടണം. നമുക്കിനി ഇച്ചിരി പച്ചവെള്ളം ഒഴിക്കണം. നല്ല വെള്ളം എടുക്കാവുള്ളൂ. ചെളിവെള്ളവും കരടുവെള്ളവും എടുക്കരുത്. നല്ല വെള്ളം ഒഴിച്ച് ഇതൊന്ന് റേഡിയേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കളയണം. കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ബൈക്ക് കാണിക്കുന്ന കൂളൻ്റ് ഇത് ഒന്നും കാണിക്കില്ല. നേരെ ഒഴിച്ചാൽ മതി. വേറെ വെള്ളം മിക്സ് ചെയ്യാതെ നേരെ ഡയറക്റ്റ് ഒഴിച്ചാൽ മതി. ഇനി ഈ ഡ്രെയിൻ ബോട്ട് മുറുക്കി വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇത് പൊട്ടിച്ചൊഴിക്കണം. ഇത് നിറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ഓസ് കണ്ടിച്ച് ടേപ്പും ചുറ്റി ഒരു കുപ്പി കണ്ടിച്ച് വെച്ച് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി. രണ്ട് റേഡിയേറ്ററിനകത്തും എക്സ്ട്രാ ടാങ്കിനകത്തും നിറച്ചൊഴിച്ചാൽ മതി. ഇത്ര ഒഴിച്ചാൽ മതി. വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഇത് പഴയ പോലെ തിരിച്ചാക്കണം. ഇനി ആദ്യമേ ഇതിങ്ങനെ വെക്കുക. ഇത് ലോക്കിൻ്റെ ഇവിടെ കയറ്റുക. തിരിച്ച് ഇച്ചിട്ടായിട്ടാണ് തിരിച്ച് 2 കഴിച്ചിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പും കൂടെ വെച്ച് അടക്കണം. ക്യാപ്പ് ഇങ്ങനെ എടുക്കുക. ഇതിൽ തുണി വെച്ച് ഉലം പിടിച്ച് ടൈറ്റ് ചെയ്യണം. നല്ല ടൈറ്റ് ആവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. തുണി വെച്ച് ടൈറ്റ് ചെയ്ത് നമ്മൾ ചുവണ്ട് ഇവിടെ ഈ പൊഴി ഇവിടെ വരണം. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്യണം. നോർമൽ ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് കവറും സീറ്റും എല്ലാം സെറ്റ് ചെയ്യണം. എടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് കയറ്റി വെച്ചാൽ മതി. ഇച്ചിരി ക്ലീനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് വെക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. തുടയ്ക്കാനുള്ള തുറച്ചു. നമുക്ക് തിരിച്ച് കവറെല്ലാം കൂടെ ഇത് ചെയ്തി വെക്കണം. അതിന് അതിൻ്റെ കവർ എടുത്ത് വെക്കണം. പിന്നെ സ്ക്രൂ എല്ലാം പഴയ പോലെ തന്നെ എടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ കയറ്റി വെച്ചു. ഇനി പയ്യെന്ന് തള്ളിക്കയറ്റി ഇനി ഇവിടുത്തെ 2 സ്ക്രൂ ഇവിടെയും 2 ഈ സൈഡിൽ 2 ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 റേഡിയേറ്ററിൻ്റെ അവിടെ ഇരുന്ന് 2 ഉണ്ട്. അതും കൂടെ ഇടണം. അല്ലെങ്കിൽ യൂസ് ചെയ്ത് അതിലിട്ട് സീറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. അങ്ങനെ നമ്മൾ നട്ടൊക്കെ മുറുക്കി ഇനി നമുക്ക് സീറ്റ് കൊണ്ട് എടുത്ത് സെറ്റ് ചെയ്താൽ മതി.
സീറ്റ് കയറ്റി വെക്കുക. ഇവിടെ 2 സ്ക്രൂ ബോൾട്ടും ഉണ്ട്, അതുകൊണ്ട് മുറുക്കുക. അപ്പോൾ സീറ്റ് ടൈറ്റായി. പിന്നെ ലോക്ക് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ 2 സീറ്റിന് നട്ട് മുറുക്കി നമ്മൾ കാണിക്കേണ്ടത് ഇങ്ങനെ വെക്കുക. ഈ ലോക്കിനൂടെ കയറ്റുക, എന്നിട്ട് തള്ളി വെക്കുക. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി വണ്ടി സ്റ്റാർട്ട് ആക്കുക. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. അങ്ങനെ ശരിയായി. വണ്ടി ഉപയോഗിക്കാം. വണ്ടി ഇതിന് എല്ലാ പരിപാടിയും നമ്മൾ തീർന്നു.